وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇമാം ബർബഹാരി റഹ്മഹുള്ള അവസാനമായി ചർച്ച ചെയ്ത വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. വിവാഹവുമായി ബന്ധപ്പെട്ട, അതുപോലെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. ആ വിഷയങ്ങളിലെല്ലാം തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ മറ്റ് പിഴച്ച കക്ഷികളിൽ നിന്ന് എങ്ങനെയാണ് വേർതിരിയുന്നത് എന്നുള്ളത് ഇമാം ബർബഹാരി റഹ്മഹുള്ള വിശദീകരിച്ചു. അപ്പോൾ അതിനുശേഷം നേരെ സംസാരിക്കുന്ന വിഷയം എന്താണ്? വലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ യശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഇല്ലാ ബിഅഹ്ദാ സലാസിൻ. ഈ ഷഹാദത്ത് കലിമയിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമായൊരു വ്യക്തിയുടെ രക്തം അത് ചിന്തൽ ഹലാലാവുകയില്ല 3 കാരണങ്ങളാലല്ലാതെ എന്ന്. അപ്പോൾ വിവാഹ വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ട്, വിവാഹം എന്ന് പറയുന്നത് അത് നമ്മളുടെ അഭിമാനവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും അലൈക്കും ഹറാം. നിങ്ങളുടെ രക്തങ്ങൾ, അതുപോലെ തന്നെ സമ്പത്തുകൾ, അഭിമാനം, ഇത് പരസ്പരം നിങ്ങൾക്ക് എന്താണ്? ഹറാമായിട്ടുള്ളതാണ്, പരിശുദ്ധമായിട്ടുള്ളതാണ്. അത് ചിന്തൽ എന്താണ്? കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് വിവാഹവും വിവാഹമോചനവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. ശേഷം എന്താണ്? രക്തവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ബർബഹാരി റഹ്മഹുള്ള പറയുന്നത് 3 കാരണങ്ങളല്ലാതെ മുസ്ലിമിൻ്റെ രക്തം ചിന്താൻ പാടില്ല എന്നുള്ളതാണ്. അതെന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? സിനൻ ബഅദ ഇഹ്സാനിൻ. വിവാഹിതനായിട്ടുള്ള ഒരു വ്യക്തി സിന ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ രക്തം എന്താണ്? അനുവദനീയമാകും. അത് ഭരണാധികാരികൾക്കാണ് അനുവദനീയമാകുന്നത്. അപ്പോൾ സിന ചെയ്ത ഒരാളെ കൊല്ലുക എന്നുള്ളത്, സിന ചെയ്ത, നേരത്തെ വിവാഹിതനായിട്ടുള്ള ഒരു വ്യക്തി സിന ചെയ്താൽ കൊല്ലുക എന്നുള്ളത് അത് ഇസ്ലാമിലുള്ള കാര്യമാണ്. അതാണ് മറ്റു ചില റിവായത്തുകൾ വന്നിട്ടുള്ളത്. അസ്സയ്യിബുസ്സാനി, വിവാഹിതനായിട്ടുള്ള സയ്യിബായിട്ടുള്ള ജാനി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ അതിന് വിശദീകരിച്ചു. ശർഈയായ സാധുതയുള്ള ഒരു വിവാഹത്തിലൂടെ ഭാര്യയായിരുന്ന സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി പിന്നീട് അയാൾ വിവാഹിതനായിരിക്കുകയോ വിവാഹം മോചനം ചെയ്തതിന് ശേഷമോ എന്തായാലും അയാൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷ എന്ന് പറയുന്നത് എറിഞ്ഞു കൊല്ലലാണ്. അപ്പോൾ അത് നേരത്തെ ഒരു എന്താണ് ഇമാം ബർബഹാരി റഹ്മഹുള്ള വിഷയം വിശദീകരിച്ചതാണ്. വറജ് മുഹഖുൻ, കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത് ദീനിലുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. ഔ മുർത്തദ്ദിൻ ബഅദ ഈമാനിൻ, വിശ്വാസിയായിരുന്നതിന് ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക, മുർത്തദ്ദാവുക, റിദ്ദത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്, മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു. ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ, ദീനിനെ മാറ്റം വരുത്തുകയാണെങ്കിൽ അവനെ നിങ്ങൾ കൊല്ലുക എന്നുള്ളത്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ കഴിയും, മുത്തഫഖുൻ അലൈഹി ഹദീസിൽ, വത്താരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ. ദീൻ ഉപേക്ഷിച്ച ആൾ, അതുപോലെ തന്നെ മുസ്ലിം ആ ഒരു കമ്മ്യൂണിറ്റിയെ ഉപേക്ഷിച്ചു പോയ ആൾ, അയാൾ കൊന്നുകളയുക എന്നുള്ളതാണ്. അടുത്ത വിഷയം എന്താണ്? ഔ ഖതല നഫ്സൻ മുഅ്മിനതൻ ബിഗൈരി ഹഖ്. അതല്ലെങ്കിൽ ഒരു മുഅ്മിനായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ, മുഅ്മിനത്തായിട്ടുള്ള ഒരു ആത്മാവിനെ ഒരാൾ
കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ന്യായമല്ലാത്ത രൂപത്തിൽ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയുഖ്തലു ബിഹി, ആ കൊന്നതിന് പകരമായിട്ട് ഈ മുസ്ലിമിനെയും എന്ത് ചെയ്യും? കൊല്ലും. ഇതാണ് പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ. അപ്പോൾ നോക്കൂ, ഈ വിഷയങ്ങളെല്ലാം ഇജ്മാ ഉള്ള വിഷയമാണ്. ഇത് ഒരു ഹദീസായിട്ട് തന്നെ വന്നിട്ടുള്ള ആ ഹദീസിൻ്റെ ആശയമാണ് ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഹദീസ് തന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ കൊല്ലാൻ തുനിഞ്ഞ സമയത്ത് അദ്ദേഹം അവരോട് പറഞ്ഞ കാര്യം എന്താണ്? ഈ ഒരു ഹദീസാണ് പറഞ്ഞു കൊടുത്തുള്ളത്. ഇല്ല ബി ഇഹ്ദാ സലാസിൻ അസ്സയ്യിബു സാനി, അതുപോലെ തന്നെ വന്നഫ്സു ബിന്നഫ്സ്, അതുപോലെ അന്നഫ്സ് ബിന്നഫ്സ്, അൽ മുഫാരിഖ് താരിഖ് ലിദ്ദീനി വൽ മുഫാരിഖ് അൽ ജമാഅ. ഈ ഹദീസാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ 3 കാരണങ്ങളല്ലാതെ ഒരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അവരത് കേൾക്കാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ വിഷയങ്ങളിൽ 3 വിഷയങ്ങളും എന്തുണ്ട്? ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാൾ മുർത്തദ്, അത് ആണാകട്ടെ പെണ്ണാകട്ടെ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ വിധിയാണ്. ആ വിഷയത്തിൽ നിരവധി ആയത്തുകളും ഹദീസുകളുമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ് മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു. ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വിഷയം മുർത്തദിൻ്റെ വിഷയം, അത് പിഴച്ച കക്ഷികൾ പോലും അതിനെ എന്ത് ചെയ്തിട്ടില്ല? നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി കാര്യം പറഞ്ഞിട്ടുണ്ട്. മുൻകഴിഞ്ഞ വിഭാഗങ്ങളിൽ ആരും തന്നെ മുർത്തദിനെ കൊല്ലണം എന്നുള്ള കാര്യത്തെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ പല ആളുകളും അതിനെ നിഷേധിക്കുന്നുണ്ട്. പല ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ പ്രയാസകമായിട്ടുള്ള കാര്യമാണ്, അല്ലേ? മുർത്തദായിട്ടുള്ള ഇസ്ലാം എന്ന ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം പുറത്തു പോയി കഴിഞ്ഞാൽ അയാൾ കൊല്ലുകയെ എന്നുള്ള രീതിയിലുള്ള ഒരു സംശയങ്ങൾ ആളുകളുടെ ഹൃദയത്തിലുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വിഭാഗം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. അത് ഈ നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്തിട്ടുള്ള വിവാഹിതനെ കൊല്ലുക എന്നുള്ള കാര്യം, ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. അതിൽ എന്തുണ്ട്? ആയത്തുണ്ടായിരുന്നു, റജ്മിൻ്റെ വിഷയത്തിൽ ആയത്തുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹദീസുകൾ ധാരാളമായിട്ട് ഉണ്ട്. അതിൽപ്പെട്ട ഹദീസാണ് ഈ പറഞ്ഞിട്ടുള്ള ഹദീസ്. അപ്പോൾ ആ വിഷയത്തിലും എന്തുണ്ടായിരുന്നു? ഇജ്മാ ഉള്ള വിഷയമാണ്. അതുപോലെ തന്നെ മൻ ഖതല നഫ്സൻ മുഅ്മിനതൻ ബിഗൈരി ഹഖ്, ഒരു മുഅ്മിനായിട്ടുള്ള ആത്മാവിനെ ന്യായം കൊണ്ടല്ലാതെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ പകരമായിട്ട് കൊന്ന ആളെ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ വിധിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആർക്കുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ അഖീദയുടെ ഗ്രന്ഥത്തിൽ ഈ വിഷയം പറയാനുള്ള കാരണം? അതൊരു മുസ്ലിമിൻ്റെ രക്തം എന്നുള്ളത് പവിത്രമായതാണ് എന്നുള്ളത് ഖവാരിജുകൾക്കുള്ള മറുപടിയായിട്ടാണ്. ഖവാരിജുകൾ മുസ്ലിമീങ്ങളെ രക്തം അന്യായമായി ചിന്തുന്ന ആളുകളാണ്, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഒരു വിപരീതമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ രക്തം അങ്ങേറ്റം പവിത്രമാണ്, അത് തൊടാൻ പാടില്ല എന്നുള്ളതാണ്. ഭരണാധികാരികൾ ഈ പറഞ്ഞിട്ടുള്ള 3 വിഷയങ്ങൾ കാരണത്താലോ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചുള്ള കൊല്ലൽ അനുവദനീയമായി പഠിപ്പിച്ച കാര്യങ്ങൾ ഭരണാധികാരികൾക്ക് പാടുണ്ട് എന്നല്ലാതെ മറ്റ് വ്യക്തികൾക്ക് അതിൽ എന്തില്ല? യാതൊരു അവകാശവുമില്ല. വമാ സിവാ ദാലിക ഫദമുൽ മുസ്ലിമി അൽ മുസ്ലിമി ഹറാമുൻ അബദൻ ഹത്ത തഖൂമ അസ്സാ. ഈ 3 കാര്യങ്ങളും മറ്റ് ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ടുള്ള ദീന് അനുവദിക്കുന്ന, ഭരണാധികാരികൾക്ക് അനുവദിക്കുന്ന വിഷയങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ രക്തം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പവിത്രമാണ്. അത് എന്നേക്കുമായിട്ട് ഖിയാമത്ത് നാൾ വരെ ഒരു മുസ്ലിമിൻ്റെ രക്തവും ചിന്തൽ എന്താണ്? അനുവദനീയമല്ല എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഒരു മുസ്ലിമിൻ്റെ എല്ലാം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ദമുഹു, അവൻ്റെ രക്തം, വമാലുഹു, അവൻ്റെ സമ്പത്ത്, വഅർദുഹു, അവൻ്റെ അഭിമാനം. ഇത് മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. ശേഷം ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നു, വകുല്ലു ഷൈഇൻ മിമ്മ ഔജബല്ലാഹു അലൈഹിൽ ഫനാ യഫ്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാശം നിർബന്ധമാക്കിയിട്ടുള്ള, നാശം വിധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നശിച്ചു പോകും.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലേ, കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും, ഭൂമിക്ക് മീതെയുള്ള എല്ലാ കാര്യങ്ങളും നശിച്ചു പോകുമെന്നുള്ള കാര്യം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ എന്ത് ചെയ്യും, ആസ്വദിക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനുഫിഖ ഫിസ്സൂരി ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്. സൂറിലേക്ക്, കാഹളത്തിലേക്ക് ഊതിക്കഴിഞ്ഞാൽ എല്ലാം മരിച്ചു വീഴും. മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഒഴികെ എന്നുള്ളത് നോക്കൂ. അപ്പോൾ ബഹുഭൂരിപക്ഷമായിട്ടുള്ള എല്ലാ സൃഷ്ടികൾക്കും എന്തുണ്ട്, മരണം എന്ന് പറയുന്ന സാധനമുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച ചില കാര്യങ്ങൾക്ക് മരണമില്ല. അത് ഏതൊക്കെയാണ്? ഇല്ലൽ ജന്നത വന്നാർ, സ്വർഗത്തിന് മരണമില്ല, സ്വർഗം എന്തില്ല, അവസാനിക്കയില്ല. വന്നാർ, നരകത്തിനില്ല. വൽ അർശ വൽ കുർസി, അതുപോലെ തന്നെ അർശിനും കുർസിക്കും എന്തില്ല, അന്ത്യമില്ല. അർശ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബർബഹാർ റഹ്മത്തുള്ളാഹി തന്നെ അത് വിശദീകരിച്ചു. സഖ്ഫു അൽ ജന്ന, സ്വർഗത്തിൻ്റെ മേൽക്കൂരയാണ്. അതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടി. ആ അർശിന് മരണമില്ല. അതുപോലെ തന്നെ കുർസി, എന്താണ് കുർസി എന്ന് പറഞ്ഞാൽ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, അൽ കുർസിയു മൗദിഉ ഖദമൈ റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാദം വെക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ വൽ ഖലം വൽ ലൗഹ്, ഖലം പേന, ലൗഹുൽ മഹ്ഫൂദും അള്ളാഹു എല്ലാ സൃഷ്ടികളുടെയും അതിൻ്റെ എല്ലാ മഖാദീറുകൾ, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, വിധികളെല്ലാം എഴുതി വെച്ചിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദ്, അത് നശിക്കുകയില്ല. ആ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതുന്ന പേനയും നശിക്കുകയില്ല എന്നുള്ളതാണ്. ലൈസ യഫ്നാ ശൈഉം മിൻ ഹാദാ അബദൻ, ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരിക്കലും നശിക്കുകയില്ല, അതിന് മരണമില്ല. പക്ഷേ ഇവയ്ക്ക് എല്ലാം എന്തുണ്ട്, തുടക്കമുണ്ട്. അത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. തുടക്കമുണ്ട്, അന്ത്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എത്ര കാര്യങ്ങളാണ് അന്ത്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? അൽ ജന്ന വന്നാർ, അതുപോലെ തന്നെ അർശ്, കുർസി, അതുപോലെ തന്നെ സൂറ്, കാഹളത്തിൽ ഊതുന്ന ആ ഒരു എന്താണ്, സൂറിന് എന്തില്ല, അന്ത്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ 5ആയി. അതുപോലെ തന്നെ വൽ ഖലം വൽ ലൗഹ്, ലൗഹുൽ മഹ്ഫൂദിലും അതിൽ പേനക്കും. 7 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇതിനെ ഒരുമിച്ച് വിശദീകരിച്ചത് എങ്ങനെയാണ്? സമാനിയത്തുൻ ഹുക്മുൽ ബഖാഇ അഉമുഹ, 8 കാര്യങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകും, മരണം ഉണ്ടാവില്ല, അന്ത്യം ഉണ്ടാവുകയില്ല. മിനൽ ഖൽഖി വൽ ബാഖീന ഫി ഹയ്യിസിൽ അദം, 8 സൃഷ്ടികൾ എന്ത് ചെയ്യും, നിലനിൽക്കും, ബാക്കിയെല്ലാം എന്ത് ചെയ്യും, അതിന് അന്ത്യമുണ്ടാകും എന്നുള്ളതാണ്, മരണമുണ്ടാകും. ഹുമുൽ അർശ് വൽ കുർസി, അർശ്, കുർസി. അതുപോലെ തന്നെ വനാറുൻ വജന്ന, സ്വർഗ നരകങ്ങൾ, സ്വർഗത്തിനും നരകത്തിനും എന്തില്ല, അന്ത്യമില്ല. വ അജബുൻ വ അർവാഹുൻ കദൽ ലൗഹു വൽ ഖലം, അതുപോലെ തന്നെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ബാക്കിയാകുന്ന ഒരു സംഗതിയാണെന്ത്, നട്ടെല്ലിൻ്റെ ഏറ്റവും താഴത്തുള്ള ഒരു ഭാഗം, അതാണ് ആജബു അദ്ദനബ് അല്ലെങ്കിൽ ആജമുദ്ദനബ് എന്ന് പറയുന്നത്. ആ സംഗതിയിൽ നിന്നാണ്, ആ ഭാഗത്തിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നത്, തിരിച്ചു വിളിക്കുന്നത്. മണ്ണിൽ അലിഞ്ഞു പോയിട്ടുള്ള, അതുപോലെ തന്നെ പുഴുകളും പ്രാണികളും ഒക്കെ തിന്നിട്ടുള്ള നമ്മുടെ ശരീരത്തെ അള്ളാഹു തിരിച്ചു വിളിക്കുമെന്നുള്ളതാണ് അല്ലേ, അത് ബാക്കിയാകും. അതുപോലെ തന്നെ വാർവാഹുൻ, ആത്മാക്കൾ ബാക്കിയാകും, ആത്മാവിന് മരണമില്ല എന്നുള്ളതാണ്. കദൽ ലൗഹുൽ ഖലം, അതുപോലെ ലൗഹുൽ മഹ്ഫൂദും അതിലെഴുതുന്ന പേനയും. ഇവിടെ ഇമാം ബർബഹാർ റഹ്മത്തുള്ളാഹി ഈ പറഞ്ഞിട്ടുള്ള കവിതയിൽ പറയാത്തൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് സൂറാണ്, കാഹളമാണ്. അതുപോലെ കവിതയിൽ ഇവിടെ പറയാത്ത വിഷയം പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണെന്ത്, ഒന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബാക്കിയാകുന്ന അജബ്, അതുപോലെ തന്നെ നമ്മുടെ ആത്മാവുകൾ. അപ്പോൾ ഈ 8 കാര്യങ്ങൾക്ക് മരണമില്ല എന്നുള്ളത് അത് ധാരാളം പണ്ഡിതന്മാർ അതിൽ ഇജ്മാ പറഞ്ഞിട്ടുണ്ട്.
ഇത് ഈ അഖീദയുടെ ഗ്രന്ഥത്തിൽ ഇതെല്ലാം പറയാനുള്ള കാരണം ഇതൊരു വിശ്വാസപരമായ കാര്യമാണ്. രണ്ടാമതായിട്ട് ജഹ്മികൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വർഗ നരകങ്ങൾ നശിച്ചു പോകുമെന്നുള്ള വാദക്കാരാണ് ജഹ്മികൾ. അവർക്കുള്ള മറുപടിയും കൂടിയാണ്. അവരുടെ അഖീദയിൽ നിന്ന് വേർപിരിയുന്ന അഖീദയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. ഈ 8 കാര്യങ്ങൾക്ക് എന്തില്ല, മരണമില്ല എന്നുള്ളത്. ചില ഉലമാക്കൾ പറഞ്ഞു ഹൂറുൽ ഐനിൽ എന്തില്ല, മരണമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മരണം ഈ മറ്റു സൃഷ്ടികളെ സംബന്ധിച്ച് മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാലും മരിച്ചു പോകുകയാണ് അല്ലേ, റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെടലാണ്. മറ്റ് സൃഷ്ടികളെ സംബന്ധിച്ച് ഓരോ സൃഷ്ടികൾക്കും പലതരത്തിലുള്ള ഫനാകളാണ് ഉണ്ടാവുക. ഒരു സൃഷ്ടി നശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലാണ്ടായി പോകുക, സീറോ ആയി പോകുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ് എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ നൂനിയയിൽ വിശദീകരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് വൽ ബഹ്രി അൽ മസ്ജൂർ, കത്തുന്ന കടൽ എന്ന് പറഞ്ഞാൽ കടൽ എന്ന് പറയുന്നത് അത് തീയായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ പർവ്വതങ്ങൾ, മലകൾ എന്തായി മാറും, അത് പൊടിയായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറലാണ് മറ്റു പലതിൻ്റെയും എന്താണ് ഫനാ എന്ന് പറയുന്നത്. ശേഷം പറഞ്ഞു ثم يبعث الله الخلق على ما أماتهم عليه يوم القيامة. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും എങ്ങനെയാണോ മരിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെയാണ്, ആ അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഏത് അവസ്ഥയിലാണോ മരണപ്പെട്ടുള്ളത്, ഏത് രൂപത്തിലാണോ മരണപ്പെട്ടുള്ളത്, ആ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക. വയുഹാസിബുഹും ബിമാ ശാഅ, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സൃഷ്ടികളെ അള്ളാഹു വിചാരണ ചെയ്യും. ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലും ഒരു വിഭാഗം നരകത്തിലുമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പരിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ്. ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ് സഈർ അല്ലേ, ഒരു വിഭാഗം സ്വർഗത്തിൽ, ഒരു വിഭാഗം നരകത്തിൽ. ആരാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ? ഈമാനിൻ്റെ ആളുകൾ. കുഫറിൻ്റെ ആളുകൾ നരകത്തിൻ്റെ അവകാശികൾ. വയഖൂലു ലിസാഇരിൽ ഖൽഖി മിമ്മൻ ലം യഖ്ലുഖ് ലിൽ ബഖാഇ കൂനു തുറാബ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഖാ, നിലനിൽപ്പ് അള്ളാഹു വിധിച്ചിട്ടില്ലാത്ത, അതിനുവേണ്ടി സൃഷ്ടിച്ചിട്ടില്ലാത്ത സൃഷ്ടികളോട് അള്ളാഹു പറയും കൂനു തുറാബ, നിങ്ങൾ മണ്ണായി പോകുക എന്ന് പറയും. ഇത് പറയുന്നത് ആരോടൊക്കെയാണ് പറയുക? മൃഗങ്ങൾ, കന്നുകാലികൾ, അങ്ങനെയുള്ള ജന്തുക്കൾ, ഇവയോട് പറയുക എന്താണ്? കൂനു തുറാബ എന്ന് അള്ളാഹു പറയുമെന്നുള്ളതാണ്. ഇത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. فإذا كان ذلك اليوم جعل الله القياس بين الدواب حتى تقص الشاة الجماء من القرناء بنطحتها. അള്ളാഹു സുബ്ഹാനഹു തആല ഈ തരത്തിൽ എല്ലാ ജീവികൾക്കിടയിലും വിചാരണ ചെയ്യും. അള്ളാഹു അവരെന്ത് ചെയ്യും? പരസ്പരം ഖസാസ് നടത്തുമെന്നുള്ളതാണ്. ഒരു ജീവി മറ്റൊരു ജീവിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യും? അതിൻ്റെ ആ ഒരു ഉപദ്രവിപ്പിക്കുമെന്നുള്ളതാണ്. അങ്ങനെ കൊമ്പില്ലാത്ത ആടിനെ കൊണ്ട് കൊമ്പുള്ള ആടിനെ കുത്തിപ്പിക്കും. കൊമ്പുള്ള ആട് ദുനിയാവിൽ വെച്ച് ആ ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഫഇദാ ഫറഗ അല്ലാഹു മിനൽ ഖിസാസ്, ഈ തരത്തിലുള്ള പ്രതിക്രിയയിൽ നിന്ന് അള്ളാഹു വിരമിച്ചു കഴിഞ്ഞാൽ ബൈന ദവാബി, എല്ലാവിധ ജന്തുജാലങ്ങളിൽ നിന്ന് ഖാല ലഹ, അവയോട് പറയപ്പെടും കൂനി തുറാബ, നിങ്ങൾ മണ്ണായി പോകുക എന്ന് പറയും. ഫതകൂനു തുറാബ, അങ്ങനെ അത് മണ്ണായി തീരും. ഫയറഅൽ കാഫിർ, അത് ആര് കാണും? കാഫിറായ വ്യക്തി കാണുന്ന സമയത്ത് ഫയഖൂൽ യാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എന്ന് അന്ന് കാഫിർ ആഗ്രഹിക്കുമെന്നുള്ളതാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ എന്ന്. അപ്പോൾ മനുഷ്യരും ജിന്നുകളുമൊക്കെ അല്ലാത്ത, അള്ളാഹു നിലനിൽപ്പ് വിധിച്ചിട്ടില്ലാത്ത ഈ തരത്തിൽ ജന്തുജാലങ്ങളെ അള്ളാഹു എന്ത് ചെയ്യും? മണ്ണാക്കി തീർക്കും എന്നുള്ളതാണ്. ശേഷം ബർബഹാരി റഹിമഹുല്ലാഹ് പറയുന്നു വൽ ഈമാനു ബിൽ ഖിസാസ് യൗമൽ ഖിയാമ ബൈനൽ ഖൽഖി കുല്ലിഹിം, എല്ലാ സൃഷ്ടികൾക്കും ഇടയിൽ അള്ളാഹു ഖിസാസ് നടത്തുമെന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. അത് മനുഷ്യന്മാർക്ക് ഇടയിൽ മാത്രമല്ല, ജിന്നുകൾക്കിടയിൽ മാത്രമല്ല, എല്ലാവിധ ജീവജാലങ്ങൾക്കിടയിൽ, കന്നുകാലികൾക്കിടയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ അത് വിശദീകരിച്ചു. കൊമ്പില്ലാത്ത ആടിനെ കൊണ്ട് കൊമ്പുള്ള ആടിനെ കുത്തിക്കുമെന്നുള്ളതാണ്. ദുനിയാവിൽ വെച്ച് കൊമ്പുള്ള ആട് അതില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ
ബൈന കുല്ലിഹിം ബനി ആദം വസ്സിബാ വൽ ഹവാം, മനുഷ്യന്മാർക്കിടയിലും അതുപോലെ തന്നെ എല്ലാവിധ വന്യമൃഗങ്ങൾക്കിടയിലും മറ്റു ജന്തുജാലങ്ങൾക്കിടയിലും ഹത്താ ലിദ്ദറതി മിനദ്ദറ, ഒരു ഉറുമ്പുകൾക്കിടയിലും എന്തുണ്ട്? ഖിസാസ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഉറുമ്പുകൾക്കിടയിൽ പോലും ഖിസാസ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഹദീസിൽ വന്നു ഹത്താ ലിശ്ശാതി അൽ ജമ്മാ മിന ശ്ശാതി അൽ ഖർന, കൊമ്പില്ലാത്ത ആടിനെ കൊണ്ട് എന്ത് ചെയ്യും? കൊമ്പുള്ള ആടിനെ വരെ കുത്തിക്കും എന്നുള്ളതാണ്. ദുനിയാവിൽ വെച്ച് അത് തിരിച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ. ഹത്താ യഅഖുദല്ലാഹു ലിബഅദിഹിം മിൻ ബഅദ്, ദുനിയാവിൽ ആരൊക്കെ ആക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടോ, ആരൊക്കെ ബുദ്ധിമുട്ട് മറ്റൊരാൾ നേരിട്ടിട്ടുണ്ടോ, ഏത് ജീവികളാകട്ടെ, അള്ളാഹു പകരം എന്ത് ചെയ്യും? ആഖിറത്തിൽ വെച്ചുകൊണ്ട് അതിന് പകരം നൽകുമെന്നുള്ളതാണ്. ലിഅഹ്ലിൽ ജന്നതി മിൻ അഹ്ലിൻ നാർ, സ്വർഗത്തിലുള്ള ആളുകൾ നരകത്തിലുള്ള ആളുകളിൽ നിന്ന് ദുൽമ് ദുനിയാവിൽ നിന്ന് നേരിട്ടിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് അള്ളാഹു ഖിസാസ് നൽകുമെന്നുള്ളതാണ്. വഅഹ്ലിൻ നാരി മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള ആളുകൾ നരകത്തിലുള്ള ആളുകളെ ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും ദുൽമ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്പരം ഖിസാസ് നടത്തുമെന്നുള്ളതാണ്. വലി അഹ്ലിൽ ജന്നതി ബഅദിഹിം മിൻ ബഅദ്, സ്വർഗത്തിലുള്ള ആളുകളെ പരസ്പരം ഖിസാസ് നടത്തിക്കും. ദുൽമ ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യും? നേരിട്ടുള്ള ആളുകൾ കൊണ്ട് എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. വലി അഹ്ലിൻ നാരി ബഅദിഹിം മിൻ ബഅദ്, നരകത്തിലുള്ള ആളുകൾ പരസ്പരവും. അപ്പോൾ ആർക്ക് ദുനിയാവിൽ നിന്ന് ഏതൊക്കെ മനുഷ്യന്മാർ, ഏതൊക്കെ ജീവികൾ ഒരാൾ മറ്റൊരാളെ ദുൽമ ചെയ്തിട്ടുണ്ടോ, ഉപദ്രവിച്ചിട്ടുണ്ടോ, ആ ഉപദ്രവിച്ച ആൾക്ക് തിരിച്ചെന്ത് ചെയ്യും? അതേ രൂപത്തിലുള്ള അളവിൽ എന്ത് ചെയ്യും? ആഖിറത്തിൽ വെച്ച് അള്ളാഹു ഖിസാസ് നടത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിൽ ഏറ്റവും ദുഃഖിക്കുന്ന ആളുകൾ ആരായിരിക്കും? ദുനിയാവിൽ വെച്ച് ദുൽമ ചെയ്ത ആളുകൾ, മറ്റുള്ളവരെ ഉപദ്രവിച്ച ആളുകൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത് വഖദ് ഖാബ മൻ ഹമല ദുൽമ, ദുൽമ ചെയ്ത ആളുകൾ, അത് വഹിച്ചുള്ള ആളുകൾ നശിച്ചുപോയി എന്നുള്ളത്. ആ ഖിയാമത്ത് നാളിന് പേര് വന്നത് യൗമുത് തഗാബുൻ, നഷ്ടത്തിൻ്റെ ദിവസം എന്നുള്ളത് അല്ലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി ഉമ്മിഹി വ അബീഹി, ഓരോരുത്തരും അവരുടെ സഹോദരന്മാരിൽ നിന്നും, വാപ്പയിൽ നിന്നും, ഉമ്മയിൽ നിന്നും, മക്കളിൽ നിന്നും, അതുപോലെ തന്നെ ഭാര്യയിൽ നിന്നൊക്കെ ഓടിയാകുന്ന ദിവസമാണത്. കാരണം എല്ലാവരിൽ നിന്നും ഖിസാസ് നടപ്പിലാക്കുമെന്നുള്ളതാണ്. നമ്മുടെ മക്കളോട് ദുൽമ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചത് എന്ത് ചെയ്യും? അള്ളാഹു പകരം ചെയ്യിപ്പിക്കുമെന്നുള്ളതാണ്. നമ്മൾ മാതാപിതാക്കളോട്, സഹോദരന്മാരോട് ഏറ്റവും ഭയപ്പെടുത്തേണ്ട കാര്യമാണ് ഈ ഒരു വിഷയം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഫ്ലിസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഏറ്റവും നഷ്ടക്കാരൻ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് സഹാബത്ത് പറയുന്ന വിഷയം എന്താണ്? അവർ പറയുന്നത് അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ വലാ മതാ, ഒരു പണവുമില്ലാത്ത, ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പരമദരിദ്രനായ മുഫ്ലിസ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി യഅതി യൗമൽ ഖിയാമ ബിസ്സലാത്തി വസിയാമിൻ വസകാത്തി വയഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ, ഖിയാമത്ത് നാളിൽ ധാരാളം നിസ്കാരവും നോമ്പുമായിട്ട് വരുന്ന വ്യക്തി, അതുപോലെ തന്നെ സകാത്തൊക്കെ ദുനിയാവിൽ കൊടുത്തുള്ള ആൾ വരും. പക്ഷേ എന്നാൽ എന്ന വ്യക്തിയെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും, അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാകും, അതുപോലെ തന്നെ ഇന്നാലിന്ന വാഖലമാലഹാദ, ഇന്നാളുടെ പണം അപഹരിച്ചിട്ടുണ്ടാകും, വസഫക ദമഹാദ, ഇന്നാളുടെ രക്തം ചിന്തിയിട്ടുണ്ടാകും, ദറബഹാദ, ഇന്നാളെ അടിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ദുൽമകൾ ചെയ്ത് വരുന്ന ആളുകളാണ് ഏറ്റവും വലിയ നഷ്ടക്കാരൻ. ഒരുപാട് നിസ്കാരം നോമ്പും ഹജ്ജൊക്കെ ആയിട്ടാണ് വരുന്നുണ്ടാവുക. അതിൽ നിന്നൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? പകരമായിട്ട് അവരുടെ ഹസനാത്തുകളിൽ നിന്ന് എടുത്തു കൊടുക്കുമെന്നുള്ളതാണ്. ഇനി ഹസനാത്ത് ഇല്ലെങ്കിലോ, സയ്യാത്തുകളിൽ ആ ദുൽമ ആരോടാണോ ദുൽമ ചെയ്തത് അവരുടെ തിന്മകളെടുത്ത് ഈ ആൾക്ക് ദുൽമ ചെയ്ത ആളുടെ റെക്കോർഡിൽ ഇട്ട് കൊടുക്കുമെന്നുള്ളതാണ് അല്ലേ? ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന കാര്യമാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ നീതി എത്ര വലുതാണ്. ഈ നീതിയെ സംബന്ധിച്ചിടത്തോളം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന് ഹാദിൽ അർവാഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, നരകത്തിലേക്ക് പോകുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല വന്ന് വെച്ച് പുലർത്തിയിട്ടാണ് നരകത്തിലേക്ക് പോകുക. അവർ അള്ളാഹുവിൻ്റെ നീതിയെ കണ്ടുകൊണ്ട് ആ നീതിയിൽ അത്ഭുതപ്പെട്ടു പോയിക്കൊണ്ട്
അള്ളാഹുവിൽ ഏറ്റവും നല്ല വിചാരം വെച്ച് പുറത്തുകൊണ്ടാണ് നരകാവകാശികൾ പോലും നരകത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ആ രീതിയിലായിരിക്കും അള്ളാഹുവിൻ്റെ നീതി ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ മാത്രമല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിൻ്റെ ശരീഅത്ത് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അത് നമുക്ക് ഓരോ വിധത്തിൽ ഓരോ ശരീഅത്തിൻ്റെ നിയമങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ ശരീഅത്ത് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അത് പഠിച്ചാൽ തന്നെ എന്താണ് ഇസ്ലാം സത്യമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. ശേഷം പ്രഭാകർ റഹ്മത്തുള്ളാഹി പറഞ്ഞു വഇഖ്ലാസുൽ അമലി ലില്ലാഹ്, അമലുകൾ അള്ളാഹുവിന് മാത്രമായി പ്രവർത്തിക്കുക എന്നുള്ളതും എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനമായ കാര്യമാണ്. നോക്കൂ, ഇഖ്ലാസ് എന്ന് പറയുന്നത് ഇവിടെ ആഖിറത്തിനെ സംബന്ധിച്ച് അവിടുത്തെ വിചാരണയെ സംബന്ധിച്ചും ഖിസാസിനെ സംബന്ധിച്ചും ഓർമ്മിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഹൃദയം എന്തായിട്ടുണ്ടാകും? ലോലമായിട്ടുണ്ടാകും. അതിന് എന്തുണ്ടായിട്ടുണ്ടാകും? അങ്ങേയറ്റം ഹൃദയത്തിന് അതിൻ്റെ കട്ടി കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇഖ്ലാസിനെ സംബന്ധിച്ച് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖദാ അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളതും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിയിൽ പരിപൂർണമായി തൃപ്തിപ്പെടുക എന്നുള്ളത് അത് നിർബന്ധമല്ല, മറിച്ച് അത് ഈമാനിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയാണ്. ശേഷം റഹ്മത്തുള്ളാഹി പറയാണ് വസ്സബ്റു അലാ ഹുക്മില്ലാ, അള്ളാഹുവിൻ്റെ വിധികളിൽ എന്ത് ചെയ്യൽ ക്ഷമിക്കുക എന്നുള്ളത്. അത് ശർഈയായ വിധികളാകട്ടെ കൗനിയായ വിധികളാകട്ടെ പ്രാപഞ്ചികമായിട്ടുള്ള വിധികളാകട്ടെ മതപരമായ നിയമങ്ങളാകട്ടെ അതിൽ ക്ഷമിക്കുക എന്നത് നിർബന്ധമാണ്. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ശേഷം പറഞ്ഞു വൽ ഈമാൻ ബി അഖ്ദാരില്ലാഹി കുല്ലിഹ ഖൈരിഹ വശർരിഹ ഹുലുഹ വമുർരിഹ, അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കൽ, അതിൻ്റെ നന്മ തിന്മകൾ, അതിൽ നമുക്ക് എന്താണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വിധികൾ അതിൽ പൂർണ്ണമായി വിശ്വസിക്കൽ ഒരു മൂമിൻ്റെ മേലെന്താണ് വാജിബായിട്ടുള്ള കാര്യമാണ്. അത് അർക്കാനിൽ ഈമാനിൽ പെടുന്ന കാര്യമാണ്. ശേഷം പറഞ്ഞു വൽ ഈമാൻ ബിമാ ഖാല അല്ലാഹു തആല, അള്ളാഹു പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ്. ഖദ് അലിമ അല്ലാഹു മിനൽ ഇബാദി ആമിലൂൻ വഇലാ മാ ഹും സായിറൂൻ. ഖദ് അലിമ അല്ലാഹു മൽ ഇബാദു ആമിലൂൻ, സൃഷ്ടികൾ എന്താണ് പ്രവർത്തിക്കുക എന്നുള്ള കാര്യം അള്ളാഹു എല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. വഇലാ മാ ഹും സായിറൂൻ, എവിടത്തേക്കാണ് അവർ എത്തിച്ചേരുക? സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ? ഇതെല്ലാം അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. ലാ യഖ്റുജൂന മിൻ ഇൽമില്ലാ, അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അവർ പുറത്ത് കിടക്കുകയില്ല. അവരെന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം സൂക്ഷ്മമായി അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അറിഞ്ഞിട്ടുണ്ട്. വലാ യകൂനു ഫിൽ അർദീന വലാ ഫിസ് സമാവാതി ഇല്ലാ മാ അലിമല്ലാഹ്, അള്ളാഹു അറിഞ്ഞതല്ലാതെ ഭൂമികളിലോ ആകാശങ്ങളിലോ ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. എത്രത്തോളം ഈ തരത്തിൽ തിന്മകളാകട്ടെ എല്ലാം അള്ളാഹു വിധിച്ചതാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ഹദീസുകൾ വന്നു. ഇമാം ലാലക്കായി റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചു, ഇന്നല്ലാഹ ലൗ ശഅ അല്ലാ യുഅസ, അള്ളാഹു ധിക്കരിക്കപ്പെടുന്നത് അള്ളാഹു വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മാ ഖലഖ ഇബ്ലീസ്, അള്ളാഹു ഇബ്ലീസിനെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള അറിവും മശീഅത്തിൻ്റെയും അതുപോലെ തന്നെ കിതാബത്തിൻ്റെയും മശീഅത്തിൻ്റെയും ഖൽഖിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വതഅലം അന്നമ അസാബക ലം യകുൻ ലിയുഖ്തിഅക, നീ അറിയണം നിനക്ക് ശരിയായ കാര്യം അത് തെറ്റാകാനുള്ള കാര്യമായിരുന്നില്ല, അത് ശരിയാകാൻ അള്ളാഹു വിധിച്ചതാണ്. വമ അഖ്തഅക ലം യകുൻ ലിയുസീബക, ഇനി നിന്റെ ജീവിതത്തിൽ തെറ്റായി സംഭവിച്ചു പോയൊരു കാര്യം അത് ശരിയാകാൻ അള്ളാഹു വിധിച്ചതല്ല, തെറ്റാകാൻ തന്നെ വിധിച്ചതാണ് എന്ന് വിശ്വസിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യം. ഇമാം തിർമിദിയൊക്കെ റിവായത്ത് ചെയ്തിട്ടുള്ള അറിയപ്പെട്ടുള്ള ഹദീസ് ഇഹ്ഫദില്ലാഹ യഹ്ഫദക് എന്ന് പറയുന്ന ദീർഘമായ ഹദീസിൻ്റെ അവസാനത്തിൽ വന്നിട്ടുള്ള ഹദീസാണ് അല്ലേ. വലാ ഖാലിഖ മഅ അല്ലാഹ്, അള്ളാഹുവോടൊപ്പം മറ്റൊരു സൃഷ്ടാവുമില്ല, അള്ളാഹു മാത്രമാണ് സൃഷ്ടിക്കുന്നത് അല്ലേ, അള്ളാഹു മാത്രമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. ഇത് അറിയപ്പെട്ടുള്ള വിഷയമാണ്.
അപ്പോൾ എത്രയാണ് ഇന്ന് നമുക്ക് പറയാനുള്ള വിഷയം. വഹാദ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.